അതന്നെ സ്വാഗതം. അപ്പൊ മച്ചാന്മാര് ഇന്നത്തെ നമ്മുടെ പരിപാടി 500 പാക്കറ്റ് പാസ്ത എല്ലാരും വാങ്ങോ. 2 എണ്ണത്തിന് മറ്റേ വണ്ടി കയറ്റിയുടെ തമിഴ്നാട്ടിലേക്ക് അണ്ണന്മാർക്ക് വേണമെന്ന് വെച്ച് നോക്കിയേ, കൊണ്ടേ കൊടുക്ക്. ഇങ്ങനെ എന്തുവാടാ. അപ്പൊ മച്ചാന്മാരെ പറഞ്ഞ പോലെ തന്നെ 500 പാക്കറ്റ് പാസ്ത വെച്ചിട്ട് നമ്മളിന്ന് ഇന്ത്യൻ പാസ്ത ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പൊ ഒരുപാട് പണികളുണ്ട്, കഥ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. തുടങ്ങാം പണി മക്കളെ. എനിക്ക് ബാ 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 ബാ. ആദ്യമായി നമ്മൾ പെട്ടി പൊട്ടിച്ച് നമ്മുടെ പാസ്തേനെ പുറത്തെടുക്കാനുള്ള പരിപാടി നോക്കാണ്. പൊട്ടിച്ചോ. കത്രിക നിസ്സാരം. പോട്ടെ. സംഭവന്നില്ലേ, നടുടിയും നമ്മുടെ അത്ര സാധനമുണ്ട്. ഇത് മൊത്തം നമുക്ക് ഉണ്ടാക്കി എടുക്കാനുള്ളതാണ്. അമ്മേ, അങ്ങനെ നമുക്ക് വേണ്ട പാസ്ത എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ കുറെ പച്ചക്കറികളുണ്ട്. അപ്പോൾ പണി തുടങ്ങാണ് ഇനി. അപ്പൊ ഇനി പണി തുടങ്ങാണ്. നമ്മുടെ പാസ്ത പൊട്ടിച്ചിടല കേട്ടോ. അപ്പോൾ സംഭവം നമ്മുടെ പാക്കറ്റ് പിടിച്ചത് ഇങ്ങനെ വലിക്കുമ്പോഴേക്കും കീറുന്നാണ് പറഞ്ഞത്. പക്ഷെ കീറുന്നില്ല. അപ്പൊ നല്ല സ്പ്രിങ് പോലത്തെ പാസ്ത കേട്ടോ. സ്പ്രിങ് പോലത്തെ സാധനം. സംഭവം നോക്കിയപ്പോ ഇവിടെ കാണാൻ നല്ല രസമില്ലേ, നല്ല സ്പ്രിങ് ആയിട്ടിരിക്കണ. ഇത് എന്തായാലും കുറെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സംഭവം നമ്മളിനി പൊട്ടിച്ചിടാണ്. കലകല ശബ്ദമല്ലേ മൊത്തം. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വീഴും. ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ കേട്ടോ. കൊറിയുണ്ട്. കൊറിയെന്ന് പറഞ്ഞാൽ കൊറിയ സംഭവല്ലേ. ഇത് ഇച്ചിരി ഹെൽത്തി സാധനം ഉണ്ടാ. അതായത് ഫുള്ള് വീറ്റാണ്. പിന്നെ എടാ നിങ്ങളൊന്നും കാണാത്തൊരു ഡിസൈനിന്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് എനിക്ക്. ചിക്കൻ്റെ ഇതേത് കമ്പനി മാറി അടിച്ചാണെന്ന് തോന്നുന്നത്. ഇതാണ് നമുക്ക് ഇത്രയും കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കമ്പനിയിൽ നിന്ന് മാറിയിട്ട് വന്നൊരു ഡിസൈനാണ്. ഒരു കയ്യാബദ്ധം അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അവസാന പാക്കറ്റുകൾ നമ്മൾ പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാത്രങ്ങൾ നിറഞ്ഞു കേട്ടോ. എന്റെ അമ്പോ നോക്കി, ഇത്ര അധികം സാധനം. രവി, ഇത് മൊത്തം നമ്മളിത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ പണി തുടങ്ങാല്ലേ. അപ്പൊ മച്ചാമാരെ ഇതേ പച്ചക്കറി അരി തുടങ്ങിയിട്ടാ നമ്മള്. സംഭവം ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, മുളക്, വെങ്കായം വന്നില്ലടാ, സവാള അല്ല സദാള. അപ്പൊ ഈ വെങ്കായം എന്ന് പറഞ്ഞ സാധനം സവാള തന്നെയല്ലേ. ഓക്കെ. അപ്പൊ തക്കാളി. എനിക്കൊരു കോമ്പറ്റേറ്റർ വന്നിട്ടല്ല, പ്രശസ്ത കുക്ക് മിസ്റ്റർ. ഞാൻ ഒറിജിനൽ പേര് പറയണോ അതോ അറിയപ്പെടുന്ന പേര് പറയണോ? മിസ്റ്റർ റുവാടി. സംഭവേ തക്കാളി അരിയുമ്പോ സേഫാ, കണ്ണീന്ന് വെള്ളമൊന്നും വരൂല. സവാള നോക്കിക്കോട്ടെ, ഈ സാധനം അരിഞ്ഞ് കുറച്ചേരം കഴിവില്ലേ കണ്ണീന്നൊക്കെ വെള്ളം പണ്ടാണ്. ഞാനാ ഇതൊക്കെ നമുക്ക് സിമ്പിള് കണ്ടാതിട്ടാ. സവാള കണ്ണുറച്ചിരുന്നരിയടാ. ഡയലോഗ് നേരത്തെ എന്നിട്ടാ ജനിച്ചിട്ട് സവാള. അയ്യാ ഡയലോഗ് എന്തായിരുന്നു? അത് കണ്ണെന്ന് പറഞ്ഞേ അപ്പുറം നോക്കട്ടെ. എന്തോ ഡയലോഗ് അടിച്ചായിരുന്നുട്ടാ. ദിവസത്തിന്റെ ഞാനിങ്ങനെയല്ലായിരുന്നു. കളക്കി കൊള്ളാലേ, നല്ല മൂത്ത സാധനം. മൂത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ 2 കുലുക്കുല് വിൽക്കണം. ഒന്നുമില്ല കുലുക്കാൻ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് അരിയുന്നു. എല്ലാവർക്കും അറിയാലേ. തക്കാളിക്കുട്ട പൊക്കോട്ട സവാള റെഡി ആയിട്ടുണ്ട്. ഇതേടാ ക്രിയേറ്റീവ് പീപ്പിൾസ്. അവന് ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലെങ്ങനെ ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കാന്നുള്ളതാണ്. അങ്ങനെ നീണ്ട നേരത്തെ അരിച്ചതിന് ശേഷം നമ്മുടെ തക്കാളി, സവാള, ക്യാപ്സിക്കം, പച്ചമുളക്, മല്ലിയില അരിഞ്ഞിട്ടില്ല, വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പാസ്തയിലേക്ക് കിടക്കാം. പാസ്ത നമുക്ക് ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് ഉപ്പൊക്കിട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ മച്ചാന്മാരെ തീ കത്തിക്കാൻ പോവാണ് നമ്മുടെ പാസ്ത വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. തീ ഒന്ന് കത്തി സെറ്റിൽ ആവട്ടെ. എന്നിട്ട് നമ്മുടെ പാസ്ത നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പാത്രം വെക്കാണേ. ഇനി നമ്മുടെ പാസ്ത ഇടാൻ പോവാണേ. മോനെ പൊക്കിക്കോ.
അപ്പൊ മച്ചാന്മാരെ നമ്മുടെ പാസ്ത വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ചത് നല്ല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ വെന്ത് സെറ്റായി വരണം. അതുവരെ നമ്മള് ഇത് വേവിച്ച് കൊടുക്കണം. അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് വെന്ത് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടാ. അപ്പൊ നമ്മുടെ പാസ്തയൊക്കെ അത്യാവശ്യം വേവായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് ഇത് കോരി മാറ്റേണ്ട. നമ്മളിത് വെള്ളം ഊറ്റിയിട്ട് സംഭവം മാറ്റുകയാണ്. അപ്പൊ ഇനി നമ്മുടെ പാസ്ത മൊത്തത്തിൽ സെറ്റ് ആക്കി എടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ മച്ചാന്മാരെ ഇനി നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടി അവസാന ഘട്ടമെത്തി. നമ്മളിത് തുടങ്ങാണ്. അപ്പൊ എണ്ണ ഒഴിച്ചിടാൻ കേട്ടോ. ആദ്യം വേണ്ട ഓയിൽ നമ്മൾ ഒഴിച്ചു കേട്ടാ. ഇനി നമ്മളിത് സവാള ഇട്ട് കൊടുക്കാണേ. അങ്ങനെ നമ്മുടെ സവാള നല്ലോണം ഒന്ന് വളർന്നു വരുന്ന പോലെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. സവാളയൊക്കെ നല്ലോണം വാടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാട്ടെ. ഇനി നമ്മളിത് പച്ചമുളകും 3 കളർ ക്യാപ്സിക്കും കൂടി ഇടാൻ പോവാണ്. അപ്പോൾ സംഭവം നമ്മൾ ഇട്ടേ നല്ലോണം ഇളക്കി കൊടുക്കാട്ടെ. ഒന്ന് വളർന്നു വരുന്നവരെ നമ്മളിത് ഇളക്കി വിടണം. എന്നത്തെയും പോലെ ഇന്നും കുക്കിംഗ് സെറ്റ് ആവുമ്പോൾ കറക്റ്റ് വെയിലാവൂട്ടാ. ശുഭം. എന്നാലും അത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാ. ഇത് കഴിയുമ്പോൾ നമ്മൾ കരിഞ്ഞ് സെറ്റാവും. എന്നാലും നമ്മളിങ്ങനെ ചെയ്ത് ഇളക്കി അതിങ്ങനെ സെറ്റാക്കി അതിൻ്റെ സാധനം വരുമ്പോൾ പൊളിക്കും. നല്ല വാടിയ മല്ലിയിലാണ്. വെയിലത്തിരുന്ന് വാടിപ്പോയാണ്. നമുക്ക് കൊണ്ടുവന്നപ്പോൾ ഫ്രഷ് സാധനമായിരുന്നു. ഇനി തക്കാളിയുടെ രംഗപ്രവേശനമാണ്. ഒരുപാട് തക്കാളി കിട്ടാ. അപ്പൊ ഇനി നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മുളക് പൊടിയാണ്, ഗരം മസാലയാണ്, മഞ്ഞപ്പൊടി ഇട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂത്ത് വരണം കേട്ടോ ഇതിൽ കിടന്ന്. ഇപ്പൊ തന്നെ സംഭവം നമ്മുടെ മസാല നല്ല സെറ്റ് ആവുന്നുണ്ട്. ഒരു പ്രത്യേക മണമൊക്കെ വന്നു തുടങ്ങി അല്ലേ? അടിപൊളി. ശരിക്കും അങ്ങോട്ട് വഴന്ന് ഒന്നും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാസ്ത ആഡ് ചെയ്യാനുള്ള സമയമാവും. അപ്പൊ നോക്കിയേ നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാനുള്ള പരിപാടി നോക്കാട്ടാ. ഓക്കെ. നമ്മുടെ പാസ്തയൊക്കെ റെഡിയായി നല്ല അടിപൊളി വേവായിട്ട് നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ പിടുത്തങ്ങോട്ട് കഴിക്കാൻ തോന്നുന്നു. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ടോപ്പിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സവാളയുണ്ട്, തക്കാളിയുണ്ട്, മല്ലിയില സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ടോപ്പിങ്സിൻ്റെ മുകളിൽ സെറ്റാക്കി ഇടാം കേട്ടോ. നമ്മൾ എന്ത് സാധനം കഴിക്കുമ്പോൾ അവസാനം അതിനൊരു ഭംഗി വേണ്ടേ റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തക്കാളിയും മല്ലിയിലയും സവാളയൊക്കെ ഇട്ടൊന്ന് ഭംഗി കൂട്ടിയെടുക്കുകയാണ്. ആഹാ. ഇനി ഇതേ കുറച്ച് സോസും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ ഇതേ സാധനമൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോ കൊതിയന്മാര് വട്ടുവിട്ടിക്കണുണ്ട്. പുതിയ ഗണപതി. അപ്പൊ നമ്മുടെ ഒരു ഗണപതി അവിടെ ക്യാമറ എടുക്കണേ അണ്ണനെ നമുക്ക് കൊടുക്കും. അപ്പൊ എന്തായാലും മണ രക്ഷയില്ല. അങ്ങനെ ഉണ്ടോ മണം? ശരിക്കും നല്ലതാണോ? എടുക്കാം നമുക്ക്. അപ്പൊ നമ്മള് സാധനം കോരി എടുക്കണം മോനെ. സാധനം കാണിച്ച് ഉണ്ണേറ്റം കൊടുത്തിട്ട് തുടങ്ങാം. പിടിച്ചേ ഇതൊന്നല്ല കേട്ടോ. ഇത് കഴിയുമ്പോ വലിയ തകലയിൽ തരും ഞാൻ. ഇതിപ്പോ സാമ്പിൾ ടെസ്റ്റിംഗ് ഓൺലി.
മല്ലിയില് എന്താ നല്ല അടിപൊളി സാധനം. നമ്മ ഇച്ചിരി ജ്യൂസി ആക്കിയാണ് എടുത്തിരിക്കുന്നത്. സംഭവം നല്ലൊരു ജ്യൂസി ക്രീമായിട്ട് കിട്ടാൻ അതെ സംഭവം. കഴിച്ചു കൊടുക്കല്ലോ ഞാനും മറക്കടാ പ്ലീസ്. പാടണമെന്നല്ലേ? അതെ, കുഴപ്പമില്ല, സെറ്റാക്കാം നമുക്ക്. കുറച്ചുകൂടി നീ ഡയറ്റൊക്കെ തെറ്റിക്കേണ്ട ഗിര. ജർമ്മനി പോകുമ്പോഴേക്കും അല്ല നിനക്ക് വയറ് കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. എടാ എനിക്കൊരു പ്ലേറ്റ് എടുത്താടാ. അതെ ഞാനും എടുത്തുട്ടാ കുറച്ച് പാസ്ത. ഹായ്, നല്ല സ്പ്രിങ് പോലെ ഇരിക്കണ. കണ്ട സ്പ്രിങ് പോലെയാണ് ഇരിക്കണേ. അപ്പൊ അത് തുടങ്ങാണ്. എടാ കഴിച്ചോ. ഞാൻ വെറുതെ പറഞ്ഞാണ്. പഞ്ഞി പോലെ അല്ലേ? കറക്റ്റ് കുക്കായി നോങ്ങളെ. നല്ല കുക്കായി നോക്കി. ശരിക്കും പഞ്ഞി പോലെ കണ്ടാ. സത്യം ജ്യൂസി ആയിട്ടില്ല. നല്ല ഇഷ്ടായ കഴിക്കുന്ന നാണം. ഇവന് ആദ്യമായിട്ടാ വരുന്നത്. എൻ്റെ നാണം. അപ്പൊ സംഭവം എന്തേ അത്യാവശ്യം സ്പൈസി ആയിക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു 2 കുഞ്ഞു പ്ലേറ്റ് കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറ് നിറയും. പക്ഷേ ഈ സാധനം ഇല്ലേ, ഇതൊരു തുള്ളിയില്ലാണ്ട് അവസരിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെ അടാ നല്ല സ്പ്രിങ് പാസ്ത ജ്യൂസിയാണ്. അതെ പ്രവീണെ കൊതിയ ഞാൻ ക്യാമറ എടുത്ത് മാറ്റി വെച്ച് വന്നിങ്ങട് ബാ. കൊടുക്ക് കഴിക്ക്. കൊതിയൻ ഇഷ്ടായി തോന്നണ്. അല്ലെങ്കിൽ വരാറില്ലല്ലോ. അഭിപ്രായം പറയല്ല, സമയം കൊടുക്കണില്ല ഞാൻ. നല്ല വിശപ്പുണ്ടാവും അണ്ണന്. വെറും വയറ്റിൽ ഞെട്ടിക്കല്ലേ പറ. നീ വെറും വയറ്റിൽ ഞെട്ടിക്കാൻ മതി. ഉപ്പാണെന്നോ എന്നിട്ട് പറഞ്ഞടാ. ഇറക്കിട്ട് കൊതിയൻ സ്പ്രിങ് കണ്ട നല്ല സ്പ്രിങ് വരാത്ത അങ്ങണ്ട് സാധനം എങ്ങനെയുണ്ട് പറയണേ? അടിപൊളി സാധനം ഉണ്ടാ. അല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയേ എന്ത് ടേസ്റ്റ് പാസ്ത ടേസ്റ്റ്. സംഭവമില്ലേ കിടക്കാച്ചി സാധനം. എൻ്റെ 2ാമത്തെ പ്ലേറ്റ് ആണ്. ഇവർക്ക് 1ാമത്തെ പ്ലേറ്റ് ആണ്. നിങ്ങൾ സ്പീഡിലാട്ടാ. ഞാൻ വേണ്ടി എടുത്തു. എപ്പാ എടുത്താ ഗണപതി. അതെ പ്രവീൺ മച്ചാന് സെപ്പറേറ്റ് പ്ലേറ്റിൽ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. ഇതിൽ ജ്യൂസ് വേണോ? ജ്യൂസ് ഒഴിച്ചോ? കുറച്ച് ജ്യൂസ് ഒഴിച്ച്. ആഹാ, സാധാരണ പ്രവീൺ മച്ചാൻ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇഷ്ടപ്പെട്ടാൽ നിർത്താനുള്ള പതിവ്. പക്ഷെ ഇത് ഇഷ്ടമായി തോന്നണ്ടാ. സംഭവം മച്ചാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. പിന്നെ മീനും അല്ലേ? മീനിന്റെ മുട്ട. മീനിന്റെ മുട്ട സംഭവം ഇഷ്ടമായോ ശരിക്ക്? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫ്ലേവർ. എന്തിന്റെ ഫ്ലേവർ എന്നറിയില്ല. കാണുമ്പോ കഴിക്കാൻ തോന്നുന്നു അല്ലേ? കഴിക്കി. കുറച്ച് പേരാ ചെറിയ വയറടാ. നീ കഴിക്കാതെ നല്ല ടോപ്പിംഗ്സ്, നല്ല ഫ്ലേവർ ഉള്ള നല്ല ടേസ്റ്റ്. അവർക്ക് കൊടുക്ക്. അവരൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്തായാലും സക്സസ് ഇട്ടാ. ഇത്ര സാധനം ഉണ്ടാക്കി നല്ല രസമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ പാടാറുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സാധനം ഇല്ലേ, ഇത് മിന്നിച്ച് കിട്ടുക്കാച്ചി സാധനം, ഒരു രക്ഷയില്ല. ആഹാ, നല്ല രസമുണ്ട്. സംഭവം എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി, കൊള്ളാല്ലേ? സംഭവം സെറ്റ്. സാധനം എങ്ങനെയുണ്ട്? നന്നായിട്ടാ? സാധനം സെറ്റ് കിണ്ണൻ പൊടി സാധനം. ഡോക്ടർ പറഞ്ഞാൽ അത് വായിൽ വെച്ചോടുത്ത് ആ മണി കണ്ടോ വായിൽ. എന്റെ അടിപൊളി സച്ചുമോനി, എന്റെ സച്ചുമോനി. ഇനി സച്ചുമോനി ഒന്നും കൊടുത്ത് ആഷിഖിന്റെ ചേട്ടനൊന്നും കൂട്ടരുത്. പാപ്പനോട് ഞാൻ ആദ്യം അടിച്ചു. അത് പോരാ പാപ്പൻ. എന്റെ ഒരു പ്ലേറ്റ് ചെയ്തോട്ടാ. അടിപൊളി സാധനം. അപ്പൊ മച്ചന്മാരെ പാസ്ത ഉണ്ടാക്കൽ കഴിഞ്ഞു, കഴിക്കൽ കഴിഞ്ഞു, സന്തോഷമായി. മക്കളെ സാധനം എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ടാ?
ഇല്ലായിരുന്നു. കോംബോ സൂപ്പർ. സൂപ്പർ. ഇഷ്ടായടാ? സൂപ്പീസായിരുന്നു. ഇഷ്ടായി? നിനക്ക് ഇഷ്ടായടാ? ഇഷ്ടായി? കുറച്ച് തന്നിട്ട് വീട്ടിലേക്ക്. അപ്പോൾ സംഭവം എന്തായാലും സെറ്റാണ്. ഇത്ര അധികം സാധനം ഉണ്ട്. ഒരു 100 പേർക്ക് കഴിക്കാനുള്ള ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര അധികം കൂടുതൽ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്തിക്കേണ്ട സ്ഥലത്തേക്കുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ തിന്നതാണാ. അപ്പോൾ നമ്മൾ ഇത്ര അധികം സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്നും തന്നെ വേസ്റ്റ് ആക്കാത്ത രീതിയിൽ നമ്മളിത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത്രയും ഫുഡ് ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യണമെന്ന്. നമ്മൾ എന്താ പറയുക, എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല എവിടേക്കാണ് കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ചില കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് ഹൈഡ് ചെയ്ത് തന്നെ വെക്കണം. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് കൊടുക്കുന്നതോ കാര്യങ്ങളോ ആയിട്ടുള്ളതൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാൻ മരത്തിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ, അതുപോലെ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.